അടുത്ത ദിവസം രാവിലെ വിക്രമിന്റെ ബംഗ്ലാവിന്റെ വിശാലമായ ഗാർഡന്റെ ഒരു കോണിലെ മരബെഞ്ചിൽ യുവ പതിവ് പോലെ ഇരിക്കുകയായിരുന്നു. കയ്യിൽ ന്യൂസ് പേപ്പർ, മുഖത്ത് പതിവ് ഗൗരവം. അപ്പോഴാണ് അകത്തു നിന്ന് ഒരു കപ്പ് ചായവുമായി അവി പതുക്കെ പുറത്തേക്ക് വന്നത്. ഭംഗിയുള്ള ചുരിദാറായിരുന്നു അവളുടെ വേഷം. ഇന്നലെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന പോലെ മുഖത്ത് മനോഹരമായൊരു പുഞ്ചിരി. യുവയെ കണ്ടതും അവളുടെ ചുവടുകൾ പതുക്കെയായി. അവൻ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ അവൾ ഒരു നിമിഷം അവൻ്റെ ഭാഗത്തേക്ക് നോക്കി. പക്ഷെ യുവ ന്യൂസ് പേപ്പറിൽ തന്നെ കണ്ണു നട്ടിരുന്നു. അവി ചുണ്ടുകൾ ചുളിച്ചു. ഇയാൾക്ക് ഇത്രയും ജാടയോ? അതും പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ അരികിലെത്തി. ഗുഡ് മോർണിംഗ് യുവി. ന്യൂസ് പേപ്പറിൽ നിന്ന് കണ്ണെടുക്കാതെ യുവ പറഞ്ഞു. ഗുഡ് മോർണിംഗ്. അവി ചായ അവൻ്റെ മുന്നിലേക്ക് നീട്ടി. ഇത് നിനക്കാ. യുവ പതുക്കെ ന്യൂസ് പേപ്പറിൽ നിന്നും തല ഉയർത്തി നോക്കി. എന്താ ഇത്? ചായ. ആ, അതെനിക്ക് കാണാം. അവിയൊന്ന് ചിരിച്ചു. എന്നാ എടുത്ത് കുടിക്ക്, അവൾ പറഞ്ഞു. എന്തിനാന്നോ? എനിക്ക് തോന്നി, അതുകൊണ്ട് കൊണ്ടുവന്നു. യുവ അവളെ ഒന്ന് നോക്കി. പിന്നെ ചായക്കപ്പ് വാങ്ങി ഒന്ന് സിപ്പ് ചെയ്ത് വീണ്ടും പത്രവായന തുടർന്നു. എന്താ യുവി ഒരു ഫീലിങ്സും ഇല്ലാതെ കുടിക്കുന്ന? അവി ചുണ്ടുകൾ കൂർപ്പിച്ച് അവനെ നോക്കി. പൊതുവെ ചായ കുടിക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒരു ഫീലിങ്സും ഉണ്ടാവാറില്ല. അതും പറഞ്ഞ് യുവ പതുക്കെ കപ്പ് ചുണ്ടോട് ചേർത്തു. അവി അവൻ്റെ അരികിൽ വന്നിരുന്നു. എങ്കിലും ചായ കൊണ്ടുവന്ന ആളെ ഒന്ന് നോക്കിയെങ്കിലും കുടിക്കായിരുന്നു. അവി പറഞ്ഞത് കേട്ടതും യുവ പത്രത്തിൻ്റെ മുകളിലൂടെ അവളെ ഒന്ന് നോക്കി. ചായ കൊണ്ടു തന്നതിൻ്റെ പേരിൽ നോക്കിയിരിക്കണം എന്നാണോ? ആ, അതെ, അവി ഒട്ടും മടിയില്ലാതെ പറഞ്ഞു. യുവ മറുപടി പറയാതെ ചായ ഒന്നുകൂടി ചുണ്ടോട് അടുപ്പിച്ചു. ആ നേരത്താണ് അവൻ്റെ മീശത്തുമ്പിൽ ചായയിലെ പാലിൻ്റെ ഒരു ചെറിയ പാട പറ്റിപ്പിടിച്ചത്. അവളുടെ നോട്ടം കണ്ടതും അവൻ പുരികമുയർത്തി. ആ, എന്താ? അവി അവൻ്റെ മീശത്തുമ്പിലേക്ക് പതിയെ വിരൽ ചൂണ്ടി. അവിടെ. അത് കേട്ടതും യുവ മീശയുടെ എവിടെയൊക്കെയോ കൈകൊണ്ട് തുടച്ചു. പക്ഷേ പാട മാറിയില്ല. അവൻ്റെ ആ ശ്രമം കണ്ടതും അവയുടെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. അവിടെയല്ല. പിന്നെ? യുവ വീണ്ടും കൈ ഉയർത്തി മീശ തുടക്കാൻ നോക്കി. അവി ചിരിച്ചുകൊണ്ട് തല ചെറുതായി കുലുക്കി. അവൾ പതിയെ അവൻ്റെ അടുത്തേക്ക് ചാഞ്ഞു. അവൾ വിരൽ ഉയർത്തി യുവയുടെ മീശത്തുമ്പിൽ പറ്റിയിരിക്കുന്ന പാലിൻ്റെ പാട പതിയെ തുടച്ചെടുത്തു. ആ നിമിഷം ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ കൂട്ടിമുട്ടി. അവയുടെ വിരൽ അവൻ്റെ മീശയിൽ തന്നെയായിരുന്നു. യുവയും ഒന്നും പറഞ്ഞില്ല. അവയും കൈ പിൻവലിക്കാൻ മറന്നതുപോലെ ഒരു നിമിഷം അവനെ തന്നെ നോക്കി നിന്നു. പെട്ടെന്ന് അവൾക്ക് താൻ ചെയ്ത കാര്യം ബോധ്യമായി. അവി വേഗം കൈ പിൻവലിച്ചു. അവൾക്കെന്തോ വല്ലാത്ത ചമ്മൽ തോന്നി. പെട്ടെന്ന് തന്നെ അവൾ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് അവിടെ നിന്ന് നടക്കാൻ തുടങ്ങിയതും അവളുടെ ഷോൾ ബെഞ്ചിൽ കുടുങ്ങി. പിന്നിൽ നിന്ന് തൻ്റെ ഷോൾ ആരോ പിടിച്ച് വലിക്കുന്നത് പോലെ അവയ്ക്ക് തോന്നി. അവൾ ഒരു നിമിഷം നിശ്ചലമായി. ഇയാൾ എന്തായി കാണിക്കുന്നത്? തിരിഞ്ഞു നോക്കാതെ തന്നെ അവൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. യുവി, ഷോളിൽ നിന്ന് വിട്. യുവ അവളുടെ വാക്കുകൾ കേട്ടതും ചിരി കടിച്ചു പിടിച്ചു. അവ വീണ്ടും അല്പം പരിഭ്രമത്തോടെ പറഞ്ഞു. വിട് യുവി, ദേ എല്ലാവരും കാണൂട്ടോ. ഇത്തവണ യുവയ്ക്ക് ചിരി അടക്കാനായില്ല. എന്നാൽ ഒന്നും പറയാതെ അവൻ ബെഞ്ചിൽ നിന്ന് എഴുന്നേറ്റു. അവ ഇപ്പോഴും തൻ്റെ ഷാള് പിടിച്ചിരിക്കുന്ന കൈ വിട്ടുകളയുമെന്ന പ്രതീക്ഷയിൽ അങ്ങനെ തന്നെ നിന്നു. പക്ഷെ അടുത്ത നിമിഷം തൻ്റെ മുന്നിലൂടെ യുവ ശാന്തമായി നടന്നു പോകുന്നത് കണ്ടതും അവ കണ്ണുകൾ മിഴിച്ചു. അവൻ അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ മുന്നോട്ട് നടന്നു. അവ പതുക്കെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. അപ്പോഴാണ് അവൾക്ക് സത്യം മനസ്സിലായത്. തൻ്റെ ഷോളിൻ്റെ ഒരറ്റം ബെഞ്ചിൻ്റെ മരക്കഷ്ണത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അവ ഒരു നിമിഷം അങ്ങനെ തന്നെ നിന്നു. പിന്നെ പതുക്കെ ഷോൾ അഴിച്ചെടുത്ത് മുഖമാകെ ചമ്മൽ പടർന്നു. അയ്യേ, അവൾ ചുറ്റും നോക്കി. ഞാൻ എന്തൊക്കെയായി വിചാരിച്ചേ? ഷോൾ ശരിയാക്കി പിടിച്ചവൾ തല താഴ്ത്തി നിന്നു. അപ്പോഴാണ് കുറച്ച് മുന്നോട്ട് പോയിരുന്ന യുവ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയത്. അവയുടെ ആ നാണം കലർന്ന മുഖം കണ്ടതും അവൻ്റെ ചുണ്ടിൻ്റെ കോണിൽ ഒരു കുസൃതിച്ചിരി വിരിഞ്ഞു. അതേ പുഞ്ചിരിയുമായി അവൻ മുന്നോട്ട് നടന്നു. അന്നുച്ചയ്ക്കാണ് അവി അമ്മയുണ്ടാക്കിയ ബിരിയാണിയുമായി ഔട്ട് ഹൗസിലേക്ക് വരുന്നത്.
അർജുന യുവയും മുൻവശത്തെ വരാന്തയിൽ ഇരിപ്പുണ്ടായിരുന്നു. യുവ ലാപ്ടോപ്പിൽ കാര്യമായി എന്തോ ചെയ്യുകയായിരുന്നു. അജുവേട്ട, അമ്മയുണ്ടാക്കിയ ബിരിയാണിയാ. അവളുടെ അജുവേട്ട എന്നുള്ള വിളി അർജുനെ ഞെട്ടിച്ചു. അജുവേട്ടൻ എന്താ ഇങ്ങനെ നോക്കുന്നേ? ഞാനിനി അങ്ങനെ വിളിക്കുള്ളൂ. ദേവുവിൻ്റെ ഏട്ടൻ എൻ്റെ ഏട്ടനല്ലേ? അവയുടെ പറച്ചിൽ കേട്ട് അർജുൻ്റെ ചുണ്ടിൽ നേർത്തൊരു പുഞ്ചിരി മുട്ടിട്ടു. അർജുൻ ബിരിയാണി വാങ്ങി. യുവയാണെങ്കിൽ അവളെ നോക്കുന്ന പോലുമില്ല. എന്നാ പിന്നെ അവിക ചെല്ല്, പാത്രം പിന്നെ തരാം. അതെ, ഇതില് ഒന്നും ചെയ്തില്ലല്ലോ അല്ലേ? 2 ദിവസമാ ഞങ്ങളന്ന് വയറ് കേടായി ബെഡിൽ കിടന്നത്. അർജുൻ സംശയത്തോടെ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്താ അജുവേട്ടാ, ഇപ്പോഴെന്നെ വിശ്വാസമില്ലേ? ഇല്ല. അവളുടെ മുഖത്തേക്ക് നോക്കാതെ മറുപടി പറഞ്ഞത് യുവയാണ്. അവന്റെ മറുപടി കേട്ടതും അവി പതുക്കെ യുവയെ നോക്കി. ഞാൻ ചോദിച്ചതേ അജുവേട്ടനോടാ, അല്ലാതെ ഇയാളോടല്ല, അവൾ പുരികം ചുളിച്ചുകൊണ്ട് പറഞ്ഞു. അവനോട് ചോദിച്ചാലും ഉത്തരം ഇത് തന്നെയായിരിക്കും. യുവ ലാപ്ടോപ്പിൽ നിന്ന് കണ്ണെടുക്കാതെ തന്നെയാണ് പറയുന്നത്. ഓഹോ, അവി ചുണ്ടുകൾ കൂർപ്പിച്ചു. എന്നെ വിശ്വാസമില്ലാത്തത് അജുവേട്ടനാണോ അതോ നിങ്ങൾക്കോ? ഇത്തവണ യുവയുടെ വിരലുകൾ കീബോർഡിന് മുകളിൽ ഒന്ന് നിശ്ചലമായി. അർജുൻ അത് ശ്രദ്ധിച്ചെങ്കിലും ഒന്നും പറയാതെ ബിരിയാണി പാത്രം മേശപ്പുറത്ത് വെച്ചു. അവി, നീ പൊയ്ക്കോ, ഞങ്ങൾ കഴിച്ചോളാം. അയ്യോ, അത് പറ്റില്ല. അവി അവിടെ തന്നെ നിന്നു. അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ കഴിച്ചിട്ട് പാത്രം എടുത്തിട്ട് വന്നാൽ മതിയെന്ന്. അവൾ യുവയെ നോക്കി. പ്രത്യേകിച്ച് ഈ മനുഷ്യൻ സമയത്ത് കഴിക്കില്ലെന്നേ അമ്മയ്ക്ക് നന്നായിട്ടറിയാം. യുവ പതുക്കെ മുഖമുയർത്തി അവളെ നോക്കി. ഈ മനുഷ്യനോ? യുവ ചോദിച്ചു. അതെ, അവൾ യാതൊരു കൂസലുമില്ലാതെ പറഞ്ഞു. എന്താ, മനുഷ്യനല്ലേ? യുവയുടെ ചുണ്ടിന്റെ കോണിൽ നേരിയൊരു പുഞ്ചിരി തെളിഞ്ഞു. അവൻ മറുപടിയൊന്നും പറയാതെ കൈ കഴുകാനായി അകത്തേക്ക് നടന്നു. അന്ന് രാത്രിയിൽ യുവ ഒന്ന് കണ്ണടച്ചതേയുള്ളൂ. ആ നേരത്താണ് ഫോൺ ശബ്ദിക്കുന്നത്. ഉറക്കച്ചടവോടെ അവൻ തൻ്റെ ഫോൺ കാതോടടുപ്പിച്ചു. യുവി. എടുത്തപ്പാട് അവയുടെ ശബ്ദമാണ് കേട്ടത്. ഇവൾക്ക് എങ്ങനെ എൻ്റെ നമ്പർ കിട്ടി എന്നാണ് അന്നേരം യുവ ആലോചിച്ചത്. യുവി, ഇത് ഞാനാ. നീയോ? നീ എന്താ ഈ നേരത്ത്? യുവി, എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അടുത്ത് നീ വേണമെന്നൊരു തോന്നൽ. അവളുടെ ശബ്ദത്തിൽ ഒരു തരം കൊഞ്ചലുണ്ടായിരുന്നു. യുവ കുറച്ചു നേരം ഒന്നും മിണ്ടിയില്ല. ഉറക്കച്ചടവ് പൂർണ്ണമായി മാറി അവൻ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. അവി, നിനക്ക് വട്ടാണോ? ഈ പാതിരാത്രിക്ക് എന്തൊക്കെയായി പറയുന്നേ? അവൾ പതുക്കെ ഒന്ന് ചിരിച്ചു. വട്ടൊന്നുമില്ല, സത്യ പറയുന്നേ. നിനക്ക് ഉറക്കം വരുന്നില്ലെങ്കിലേ കണ്ണടച്ച് കിടക്ക്, ഉറക്കം വന്നോളൂ. ഞാൻ കുറേ നേരമായിട്ട് അങ്ങനെയൊക്കെ ചെയ്തു നോക്കി, എന്നിട്ടും വരുന്നില്ല. എന്താ ഉറക്കം വരാത്തെ? അവൾ കുറച്ചു നേരം മിണ്ടാതിരുന്നു. പിന്നെ വളരെ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. യുവി, നീ എന്നോട് കുറച്ചു നേരം സംസാരിച്ചാൽ മതി, അപ്പോ ഉറക്കം വന്നോളും. അവൻ മറുപടി പറഞ്ഞില്ല. ഒരു നിമിഷം ഇരുവർക്കിടയിൽ മൗനം നിറഞ്ഞു. അപ്പോഴേക്കും അവൻ്റെ ഉറക്കം മുഴുവനായും പോയിരുന്നു. യുവി, നീ ഇപ്പം എന്ത് ചെയ്യുക? അവൾ പിന്നെയും കൊഞ്ചി. ഞാനോ? ഞാനിവിടെ തലയണയും കെട്ടിപ്പിടിച്ചു. അത് നീയാണെന്ന് കരുതിയിരിക്കുക എന്നൊക്കെ പറയുമെന്നായിരിക്കും മോള് കരുതിയേ. അയ്യടാ, അവളുടെ ഒരു പൂതി. അവൻ്റെ ആ പറച്ചിൽ കേട്ടതും അവൾ ചുണ്ട് കൂർപ്പിച്ചു. യുവി, ഞാൻ എന്ത് ചെയ്യുവാണെന്ന് ചോദിക്കുന്നില്ലേ? ഇല്ല, എനിക്കറിയണമെന്നില്ല. വേണ്ട, എന്നാലും ഞാൻ പറയും. ഞാനിപ്പോ ബെഡിൽ മലർന്ന് കിടന്നിട്ടുണ്ട്. എൻ്റെ നെഞ്ചിലെ ഒരു പില്ലോയുണ്ട്. അതാരാണെന്നറിയോ? നിന്റെ അച്ഛൻ. യുവ മനസ്സിൽ പിറുപിറുത്തു. യുവി, നീ കേൾക്കുന്നുണ്ടോ? ഇല്ല, ഒന്നും കേൾക്കുന്നില്ല. കള്ളം, നീ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. യുവി, ഈ പില്ലോയെ നീയാ. ഈ പില്ലോ ഭയങ്കര കുറുമ്പാ കേട്ടോ. എന്നെ. അവൾ ബാക്കി പറയാതെ അവിടെ നിർത്തി. അവിക, നിനക്ക് വേറെന്തേലും പറയാനുണ്ടോ? ഇല്ലെങ്കിലേ വെച്ചിട്ട് പോ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ വെച്ചോളാം. അയ്യോ, വെക്കല്ലേ. ശരി, ഞാനത് വിട്ടു. യുവി, നിനക്കേ ആദ്യം മോന് വേണോ മോള് വേണോ? അത് ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞോളാം. അത് കേട്ടതും അവയുടെ മുഖം മങ്ങി. ആ ഭാര്യ ഞാൻ തന്നെയല്ലേ?
ഒരിക്കലുമല്ല. മോള് കിന്നാരം പറയാതെ വെച്ചിട്ട് പോവാ നോക്ക്. ആഹാ, അങ്ങനെയാണോ? എന്നാൽ കേട്ടോ, എനിക്കൊരു കെട്ടിയോൻ ഉണ്ടാവുകയാണല്ലേ, അത് നീ തന്നെയായിരിക്കും. ഉണ്ടാവുകയാണെങ്കിൽ എന്നല്ലേ, പക്ഷേ എൻ്റെ ഭാര്യ അതൊരിക്കലും നീ ആയിരിക്കില്ല. നമുക്ക് നോക്കാം. നിന്റെ ഭാര്യ മാത്രമല്ല, നിന്റെ കൊച്ചുങ്ങളുടെ അമ്മ അതും ഞാൻ തന്നെയായിരിക്കും. മറുവശത്തു നിന്നും യുവയുടെ മൗനം മാത്രം. യുവി, നീ പോയോ? മറുപടിയില്ല. യുവി അപ്പോഴും മൗനം മാത്രം. യുവി, എനിക്കറിയാം നീ വെച്ചിട്ടില്ലെന്ന്. യുവി, ഐ ലവ് യു. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. അത് കഴിഞ്ഞ് കുറേ ഉമ്മയും അങ്ങ് വാരി വിതറി. കോൾ കട്ടായതോടെ മുറിയിൽ വീണ്ടും നിശബ്ദത നിറഞ്ഞു. യുവ കുറച്ചു നിമിഷം ഫോൺ ചെവിയോട് ചേർത്ത് തന്നെയിരുന്നു. അവളുടെ ശബ്ദം ഇപ്പോഴും അവൻ്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. യുവി, ഐ ലവ് യു. അവൻ പതുക്കെ ഫോൺ താഴ്ത്തി സ്ക്രീനിലേക്ക് നോക്കി. കോൾ എൻഡഡ്. അവൻ്റെ ചുണ്ടിൽ അറിയാതെ ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു. ഭ്രാന്തി പെണ്ണ്. അവൻ പതുക്കെ പിറുപിറുത്തു. പക്ഷെ ആ പുഞ്ചിരി അധിക നേരം നീണ്ടില്ല. അവൻ്റെ മനസ്സിലേക്ക് മറ്റു പല ചിന്തകൾ കടന്നുപോയി. അവൻ ഫോൺ ടേബിളിൽ വെച്ച് കണ്ണടച്ചു കിടന്നു. പക്ഷേ ഉറക്കം വന്നില്ല. നിന്റെ ഭാര്യ മാത്രമല്ല, നിന്റെ കൊച്ചുങ്ങളുടെ അമ്മയും അതും ഞാൻ തന്നെയായിരിക്കും. വീണ്ടും അവളുടെ വാക്കുകൾ കാതിൽ മുഴങ്ങി. പുല്ല്, മനുഷ്യൻ്റെ ഉറക്കം കളഞ്ഞിട്ട് അവളിപ്പോൾ സുഖമായിട്ട് ഉറങ്ങുന്നുണ്ടാവും. അതും പറഞ്ഞവൻ ബെഡിൽ എഴുന്നേറ്റിരുന്നു. ഇതേ സമയം അവി തൻ്റെ നെഞ്ചിലിരിക്കുന്ന പില്ലോയെ നോക്കി. ഒരു നിമിഷം അവൾക്കത് യുവയാണെന്ന് തോന്നി. അവൻ അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കുന്നത് പോലെ തോന്നി. യുവയുടെ അതേ കണ്ണുകൾ, അതേ നോട്ടം. അടുത്ത നിമിഷം അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തുന്നത് പോലെ തോന്നിയതും അറിയാതെ അവൾ ഒന്ന് ഏങ്ങിപ്പോയി. അയ്യേ, ഞാൻ എന്തൊക്കെയായി ചിന്തിച്ചു കൂട്ടുന്നത് എന്നും പറഞ്ഞ് പില്ലയോ മാറ്റിവെച്ച് മൂടി പുതച്ച് കിടന്നു. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് മുൻപ് ബുള്ളറ്റ് എടുത്ത് അർജുൻ ഒറ്റയ്ക്ക് പോകുന്നത് ശ്രദ്ധിച്ച അവി ഔട്ട് ഹൗസിലേക്ക് പോവാൻ തീരുമാനിച്ചു. പെട്ടെന്ന് നല്ലൊരു ഡ്രസ്സ് എടുത്തിട്ട് മുടിയൊക്കെ ഒതുക്കി ലിപ്സ്റ്റിക്ക് ഇട്ട് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് സുന്ദരിയായിരിക്കുമെന്ന് ഉറപ്പ് വരുത്തി ആരും കാണാതെ ഔട്ട് ഹൗസിലേക്ക് നടന്നു. മുൻവശത്തെ ഡോർ തുറന്ന് കിടപ്പുണ്ട്. പതിയെ അകത്തേക്ക് നടന്നു. അടുക്കളയിൽ നിന്നും എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട്. ഒച്ചയുണ്ടാക്കാതെ അങ്ങോട്ട് നടന്നു. മുന്നിലെ കാഴ്ചയിലേക്ക് അവി ഒരു നിമിഷം നോക്കി നിന്നു. കിച്ചണിൽ നിൽക്കുന്ന യുവ ചെവിയിൽ വയർലെസ് ഇയർബഡ്സ്, ഒരു കയ്യിൽ കത്തി, മറ്റേ കയ്യിൽ പച്ചക്കറികൾ. പാട്ടിൻ്റെ താളത്തിനൊത്ത് തല ചെറുതായി ആട്ടിക്കൊണ്ട് വളരെ കൂളായി കുക്ക് ചെയ്യുന്നു. അവൻ്റെ ലുക്ക് തന്നെ അവയൊന്ന് നിശ്ചലമാക്കി. ലൈറ്റ് ഗ്രേ നിറത്തിലുള്ള സ്ലീവുകൾ, മുട്ടിന് മുകളിലേക്ക് മടക്കി വെച്ച കാഷ്വൽ ലിനൻ ഷർട്ട്, കഴുത്തിലെ 3 ബട്ടണുകൾ തുറന്നു കിടക്കുന്നു. ചെറുതായി രോമം നിറഞ്ഞ നെഞ്ച്, അതിനൊപ്പം ഡാർക്ക് ചാർക്കോൾ നിറത്തിലുള്ള സ്ലിം ഫിറ്റ് കോട്ടൺ പാൻസ്. കയ്യിൽ സിമ്പിൾ ബ്ലാക്ക് വാച്ച്, മറ്റേ കയ്യിൽ ഒരു സ്റ്റീൽ ബ്രേസ്ലെറ്റ്. അല്പം മെസ്സിയായിട്ടും പെർഫെക്റ്റ്ലി സ്റ്റൈൽഡ് ആയ കറുത്ത മുടി. കാലിൽ കാഷ്വൽ ചപ്പൽസ്. സാധാരണ ഗൗരവത്തോടെ നടക്കുന്ന യുവയല്ല അവളുടെ മുന്നിലിപ്പോൾ. പാട്ടും കേട്ട് കുക്കിങ്ങും ചെയ്ത് ഇടയ്ക്കിടെ സ്വയം ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് യുവ. അവി വാതിൽക്കൽ ചാരി നിന്ന് അവനെ നോക്കിക്കൊണ്ടിരുന്നു. ഇവന് ഇത്രയും ക്യൂട്ടാണോ? അവളുടെ ചുണ്ടിൽ അറിയാതെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. യുവ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അവളെ കാണുന്നത്. അവളുടെ കണ്ണുകൾ അവൻ്റേതുമായി കൂട്ടിമുട്ടി. അവൻ ഒരു ഇയർബഡ് ഊരി. എന്താ? അവി പെട്ടെന്ന് നോട്ടം മാറ്റി. ഒന്നുമില്ല. പക്ഷെ അവളുടെ മുഖത്തെ ആ ചെറിയ ചിരി കണ്ടപ്പോൾ യുവ പുരികമുയർത്തി. ഈ മനുഷ്യനെ ഇങ്ങനെ കാണാൻ തുടങ്ങിയ ഞാൻ ശരിക്കും പ്രേമിച്ചു പോവും. ഷോ, എന്തൊരു ലുക്കാ! എൻ്റെ ഈശ്വര, കൺട്രോൾ തരണേ. കുക്ക് ചെയ്യാവും അല്ലേ? അവൾ നേർത്തൊരു ചിരിയോടെ അവനോട് ചോദിച്ചു. അല്ല, കുഴി വെട്ടുക. നീ എന്താ ഇവിടെ? ഞാനേ നീ കുഴി വെട്ടുന്നത് നോക്കാൻ വന്നതാ. നന്നായിട്ടുണ്ട് കേട്ടോ കുഴി, അവൾ ചുണ്ട് കൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അവിക, എനിക്കിവിടെ ഒരുപാട് ജോലിയുണ്ട്, നീ ഒന്ന് പോയേ. ആണോ? എന്നാ പിന്നെ ഞാനും ഹെൽപ്പ് ചെയ്യാം. എന്താ ഞാൻ ചെയ്യണ്ടേ? ഓ, ഒന്നും വേണ്ടായേ, നീ ഒന്ന് പോയി തന്നാ മതി. ഞാനെങ്ങും പോയില്ല. ഞാനിവിടെ നിന്നാ എന്താ, ഇയാളെ പിടിച്ച് തിന്നൊന്നുമില്ലല്ലോ. അതും പറഞ്ഞവൾ ഒരു കഷ്ണം ക്യാരറ്റ് എടുത്ത് കൗണ്ടർ ടോപ്പിന് മേലെ കയറിയിരുന്നു.
ഇനി ഇവളോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് കരുതി അവൻ അവളെ ശ്രദ്ധിക്കാതെ തൻ്റെ പ്രവൃത്തി തുടർന്നു. അപ്പോൾ നമ്മുടെ കല്യാണം കഴിഞ്ഞാൽ ഞാൻ പേടിക്കണ്ട, നീ എനിക്ക് വെച്ചുണ്ടാക്കി തരുമല്ലോ. അവൾ പറയുന്നത് കേട്ടിട്ടും അവൻ കേൾക്കാത്ത ഭാവത്തിൽ നിന്നു. യുവി, നീ എന്തൊന്നും മിണ്ടാത്ത? നിനക്കെപ്പോഴും എന്നോട് ഒരു ഫീലിങ്സും ഇല്ല? അവൾ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് അവൻ അരികിൽ വന്നു. അവിക, ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എൻ്റെ കോൺസെൻട്രേഷൻ തെറ്റുന്നു. യുവി, നീ എന്തിനാ എന്നെ ഇപ്പോഴും അവിക അവിക എന്ന് വിളിക്കുന്നേ? എന്നാ പിന്നെ അവിലെന്നോ അവിയലെന്നോ എന്നൊക്കെ വിളിക്കാം, അവൻ കലിപ്പിട്ട് പറഞ്ഞു. അതൊന്നും വേണ്ട. ഇതുപോലെ നമ്മൾ മാത്രമുള്ളപ്പോൾ എനിക്ക് കേൾക്കാൻ വേണ്ടി മാത്രം മോളേന്നോ പൊന്നേന്നോ മുത്തേന്നോ ഒക്കെ വിളിക്കാലോ. അയ്യോ, മോളേന്ന് വിളിക്കാൻ പറ്റിയ സാധനം. അങ്ങനെയാണെങ്കിലേ അതിനു മുൻപ് എനിക്ക് ചിലതൊക്കെ ചേർക്കേണ്ടി വരും. അതും പറഞ്ഞവൻ ഗ്യാസ് അടുപ്പിന് മുന്നിലേക്ക് തിരിഞ്ഞു. നീ വല്ലതും പറഞ്ഞോ? പൊന്നു മോളേന്ന് വിളിക്കാം എന്ന് പറഞ്ഞതാ. ആണോ? എന്നാ ഒന്ന് വിളിച്ചേ, ഞാൻ കേൾക്കട്ടെ. പൊന്നു മോളെ, ഒന്ന് പോയി തരുമോ? അവി അവനെ മുഖം കുറിപ്പിച്ചു നോക്കി. ഒരു അടുപ്പിൽ സാമ്പാറിനുള്ള പച്ചക്കറി വേവുന്നുണ്ട്, മറ്റേ അടുപ്പിൽ ഫ്രൈ പാൻ വെച്ച് അവന് തീ ഓൺ ചെയ്തു കൂട്ടി വെച്ചു. യുവി, നിനക്ക് ഇപ്പോഴും എന്നോട് ഒരു ഫീലിങ്സും ഇല്ല? ഇല്ല, അവൻ തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു. ഇപ്പോഴോ? അവി അവൻ്റെ പിറകെ വന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചതും അവൻ ഞെട്ടലോടെ അവൾക്ക് നേരെ തിരിഞ്ഞു. അവളെ തന്നെ നിന്നും അടർത്തി മാറ്റാൻ നോക്കി. അവളാണെങ്കിൽ ഉടുമ്പ് ഒട്ടിപ്പിടിച്ചതുപോലെ പിടിച്ചിട്ടുണ്ട്. അവിക, വിട്ടേ. ഇല്ല, വിടില്ല ഞാൻ. നിനക്കെന്നെ കെട്ടിപ്പിടിക്കാമെങ്കിലേ എനിക്കും കെട്ടിപ്പിടിക്കാം എന്നും പറഞ്ഞവന് ഇറുകെ പുണർന്നതും അവനൊരു നിമിഷം പിന്നിലേക്ക് വേച്ചു പോയിരുന്നു. ബാലൻസ് കിട്ടാനായി അവൻ്റെ കൈ പിന്നിലേക്ക് വെച്ചതും നേരെ ചെന്ന് പതിച്ചത് ചൂടായ പാനിലും. ചൂടായ പാനിൽ കൈ പതിഞ്ഞതും ആ യുവ വേദനയിൽ പെട്ടെന്ന് തൻ്റെ കൈ പിൻവലിച്ചു. അവയുടെ മുഖത്തെ കുസൃതി ഒരു നിമിഷം കൊണ്ട് മാഞ്ഞു. യുവി, അയ്യോ! അവൾ അവൻ്റെ കൈ പിടിക്കാൻ ശ്രമിച്ചതും യുവ വേദന സഹിച്ചുകൊണ്ട് ദേഷ്യത്തോടെ കൈ മാറ്റി. അവന് ആദ്യം ദേഷ്യം തോന്നിയെങ്കിലും പിന്നീട് അവളുടെ മുഖത്തെ ടെൻഷനും കണ്ണു നിറയുന്നത് കണ്ടതും അവൻ മുഖത്ത് ശാന്തത വരുത്തി. ഒന്നുമില്ല, ചെറിയ പൊള്ളല. ചെറിയ പൊള്ളലോ? ഞാൻ കണ്ടതല്ലേ, കൈ എങ്ങനെയാ പോയെന്ന്? അവളുടെ ശബ്ദത്തിൽ പേടി നിറഞ്ഞിരുന്നു. അവി ഉടൻ തന്നെ സിങ്കിനരികിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി തണുത്ത വെള്ളം തുറന്ന് അവൻ്റെ കൈ അതിനിടയിൽ പിടിപ്പിച്ചു. അവൻ്റെ കൈ വെള്ളത്തിനടിയിൽ പിടിച്ചുകൊണ്ട് അവൾ പതുക്കെ അവൻ്റെ വിരലുകളിലേക്ക് നോക്കി. 4 വിരലുകളും നല്ല പോലെ പൊള്ളിയിരുന്നു. അയ്യോ, ശരിക്കും പൊള്ളിയിട്ടുണ്ട്. ഞാൻ കാരണം അല്ലേ? സോറി. അവളുടെ കണ്ണുകളിൽ നിറഞ്ഞു നിന്ന ആശങ്ക കണ്ടപ്പോൾ യുവയുടെ മുഖത്തെ ഗൗരവം പതുക്കെ അലിഞ്ഞു. നല്ല വേദനിക്കുന്നുണ്ടല്ലേ? ഫസ്റ്റ് എയ്ഡ് ബോക്സ് എവിടെയാ? ഞാൻ മരുന്ന് വെച്ച് തരാം. യുവ ഒന്നും പറഞ്ഞില്ല. അവളുടെ കണ്ണുകളിലേക്ക് മാത്രം നോക്കി നിന്നു. അവയുടെ മുഖത്ത് ഇപ്പോഴും കുറ്റബോധം നിറഞ്ഞിരുന്നു. തൻ്റെ കുസൃതി കൊണ്ടാണ് അവൻ്റെ കൈ പൊള്ളിയത് എന്ന ചിന്ത അവളെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. യുവി, എന്താ ഇങ്ങനെ നോക്കുന്നേ? അവൻ പതുക്കെ ചിരിച്ചു. നീ ഇങ്ങനെ പേടിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. അവി കണ്ണുകൾ ചുരുക്കി അവനെ നോക്കി. കളിയാക്കാണോ? കൈ പൊള്ളിയിട്ടും? അവൻ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തുകൊണ്ട് വന്നു. അവൻ സോഫയിൽ വന്നിരുന്നതും അവൾ യുവയുടെ അരികിൽ നിന്ന് കുനിഞ്ഞുകൊണ്ട് അവൻ്റെ പൊള്ളിയ വിരലുകളിൽ വളരെ ശ്രദ്ധയോടെ മരുന്ന് പുരട്ടാൻ തുടങ്ങി. അവന് നല്ല നീറ്റലുണ്ടായിരുന്നു. അതിനാൽ മുഖം ചുളുങ്ങിക്കൊണ്ടിരുന്നു. വേദനിക്കുന്നുണ്ടല്ലേ? അവൾ പതിയെ അവൻ്റെ കയ്യിൽ ഊതിക്കൊണ്ട് പറഞ്ഞു. അവളുടെ വിരലുകൾ അവൻ്റെ കയ്യിൽ തൊടുമ്പോഴൊക്കെ യുവയുടെ കണ്ണുകൾ അവളുടെ മുഖത്തേക്ക് തന്നെ നീണ്ടു നിന്നു. ഇത്രയും കരുതലൊക്കെ എന്തിനാ? അവൻ്റെ ചോദ്യം കേട്ട് അവി തല ഉയർത്താതെ തന്നെ പറഞ്ഞു. കാരണം നീ എനിക്ക്. അവൾ പെട്ടെന്ന് നിശബ്ദയായി. യുവ പുരികമുയർത്തി. എനിക്കെന്താ? ബാക്കി പറ. അവൾ മറുപടി ഒന്നും പറയാതെ മരുന്ന് പുരട്ടുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇവളിത് അഭിനയിക്കുകയാണോ അതോ ശരിക്കും എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ആ ചിന്തയിൽ യുവയുടെ ചുണ്ടിൽ വീണ്ടും ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്തുകൂടെ അലഞ്ഞു നടക്കുന്നുണ്ട്. ഇടയിൽ എപ്പോഴും അവൻ്റെ കണ്ണുകൾ അവളുടെ കഴുത്തിലേക്ക് നീണ്ടു. കുനിഞ്ഞു നിൽക്കുന്നതിനാൽ ഇറക്കി വെട്ടിയ ചുരിദാറിൻ്റെ കഴുത്തിൽ കൂടി അവളുടെ മാറിടം പുറത്തേക്ക് കാണുന്നുണ്ട്.
ഒരു നിമിഷം മാത്രമേ അവൻ അങ്ങോട്ട് നോക്കിയുള്ളൂ. പെട്ടെന്ന് അവൻ നോട്ടം മാറ്റിക്കളഞ്ഞു. അവിക, നീ അതൊന്ന് നേരെയാക്കിക്കേ എന്നുള്ള അവൻ്റെ പറച്ചിൽ കേട്ട് അവി കാര്യം എന്താ എന്നറിയാതെ അവനെ തന്നെ നോക്കി നിന്നു. എന്താ, നീ അവിടെ നിന്ന് നേരെയാക്കിക്കേ, അവൻ മുഖം ചരിച്ചുകൊണ്ട് പിന്നെയും പറഞ്ഞതും അപ്പോഴും അവൾക്കൊന്നും കത്തിയില്ല. യുവി, നീ എന്തായി പറയുന്നേ എന്നും പറഞ്ഞ അവൾ അവൻ്റെ മുഖം തനിക്ക് നേരെ തിരിച്ചതും അവൻ്റെ നോട്ടം വീണ്ടും അങ്ങോട്ട് പോയി. പിന്നെ ഒരു നിമിഷം പോലും വൈകിയില്ല. യുവ ദുപ്പട്ട പതുക്കെ ശരിയാക്കി അവളുടെ കഴുത്തിനോട് ചേർത്ത് വെച്ചു. അവയുടെ കണ്ണുകൾ ഒരു നിമിഷം വലുതായി. അവൾ അനങ്ങാതെ അങ്ങനെ തന്നെ നിന്നു. ചമ്മൽ കാരണം ഒരു നിമിഷം അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും പറ്റിയില്ല. യുവയുടെ വിരലുകൾ ദുപ്പട്ടയിൽ നിന്ന് പതുക്കെ പിൻവാങ്ങി. അവൾ ടോപ്പിൻ്റെ കഴുത്ത് കയറ്റി വെച്ചു. ഇങ്ങനെ അലക്ഷ്യമായി ഇടണ്ട, നീ ശ്രദ്ധിച്ചില്ലെങ്കിലും മറ്റുള്ളവരെ ശ്രദ്ധിക്കും. അവൻ്റെ ശബ്ദത്തിൽ പതിവിലുള്ള ഗൗരവം തന്നെയായിരുന്നു. പക്ഷെ ആ വാക്കുകൾ കേട്ടതും അവയുടെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു. അവൾ നേരെ നിന്ന് ഡ്രസ്സ് ഒന്നുകൂടെ നേരെയാക്കി. ഓഹോ, യുവ എന്താ എന്ന പോലെ പുരികമുയർത്തി. എന്താ? ഒന്നുമില്ല, പറ. എന്നെ മറ്റുള്ളവർ നോക്കുന്നത് സാറിന് ഇഷ്ടപ്പെടുന്നില്ലെന്ന് തോന്നുന്നു. യുവയുടെ മുഖത്ത് ചെറിയൊരു അസ്വസ്ഥത തെളിഞ്ഞു. ഞാനങ്ങനെ പറഞ്ഞു? പറഞ്ഞില്ല. അവ അവൻ്റെ അടുത്തേക്ക് കുറച്ചുകൂടി നീങ്ങി. പക്ഷേ പറഞ്ഞതിൻ്റെ അർത്ഥം അത് തന്നെയല്ലേ? യുവ ഒന്നും മിണ്ടാതെ അവളെ നോക്കി. അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ കുസൃതിയായിരുന്നു. അപ്പോൾ ചെറിയൊരു ഫീലിങ്സ് ഒക്കെ ഉണ്ടല്ലേ? അവിക, എന്താ? നീ ഒന്ന് പോയേ. ഇനിയിപ്പോൾ ഈ കയ്യും വെച്ച് കുക്കിംഗ് ഒന്നും നടക്കില്ല. ഞാനൊന്ന് കിടക്കട്ടെ. ഞാനെങ്ങും പോണില്ല, ബാക്കിയേ ഞാനുണ്ടാക്കിക്കോളാം. അത്യാവശ്യം കുക്കിംഗ് ഒക്കെയും എനിക്കറിയാം. എന്താ ചെയ്യേണ്ടതെന്ന് മാത്രം പറഞ്ഞാൽ മതി. അത്രയും പറഞ്ഞ് അവൾ അടുക്കളയിലോട്ട് നടന്നു. പിന്നീട് അവൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് അവൾ കുക്ക് ചെയ്യാൻ തുടങ്ങി. ഇത്തവണ അവൾ ചെയ്യുന്ന പ്രവൃത്തി അവൻ നോക്കി നിന്നു. ഇടയിൽ എപ്പോഴോ അവളുടെ മുഖത്തേക്ക് മുടി വീണ് കിടക്കുന്നത് കണ്ടതും ഏതോ ഒരു ഉൾപ്രേരണയാലെ അവൻ മുടി ഒതുക്കി കൊടുത്തതും അവളുടെ കണ്ണ് മിഴിഞ്ഞു. പിന്നീട് അതൊരു പുഞ്ചിരിയായി മാറി. ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞ് അവൾ അതെല്ലാം വിളമ്പി അവൻ്റെ മുന്നിൽ കൊണ്ടുവച്ചു. അപ്പോഴാണ് അവൾക്കൊരു കാര്യം ഓർമ്മ വന്നത്. യുവയുടെ വലത് കൈയിലായിരുന്നു പൊള്ളൽ. അവൾ ഒരു നിമിഷം അവൻ്റെ കൈയിലേക്ക് നോക്കി. പിന്നെ കിട്ടിയ അവസരം പാഴാക്കേണ്ടെന്ന് തീരുമാനിച്ച പോലെ വേഗം കൈ കഴുകി വന്ന് അവൻ്റെ അരികിലിരുന്നു. ഞാൻ വാരിത്തരാം. വേണ്ട. യുവ ഉടനെ മുഖം തിരിച്ചു. എനിക്ക് കഴിക്കാനറിയാം. അറിയാം, പക്ഷെ ആ കൈ കൊണ്ട് കഴിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ സ്പൂൺ കൊണ്ട് കഴിച്ചോളാം. അതുകൊണ്ട് കഴിച്ചാൽ എനിക്ക് സമാധാനാവില്ല. അവിക, കൂടുതൽ ജാട ഇറക്കാതെ മിണ്ടാതിരുന്ന് വാ തുറക്ക മനുഷ്യ. യുവ അവളെ ഒന്ന് നോക്കി. ആ മുഖത്തെ ആത്മവിശ്വാസം കണ്ടപ്പോൾ പിന്നെ വാദിക്കാൻ തോന്നിയില്ല. ഒരൊറ്റ ഉരുള പ്ലീസ്, അവൻ മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു. അവി ചോറും കറിയും ചേർത്ത് ചെറിയൊരു ഉരുളയാക്കി അവൻ്റെ വായിലേക്ക് നീട്ടി. ആ നിമിഷം യുവയുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു. അവനൊരു നിമിഷം ആ ഉരുളയിലേക്ക് നോക്കി നിന്നു. പിന്നെ നിറഞ്ഞ കണ്ണുകളോടെ അത് വായിലാക്കി. അവൻ നിശ്ചലമായി. അവൻ്റെ കണ്ണുകളിൽ നിറഞ്ഞു നിന്ന കണ്ണുനീർ അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അവൾ പതിയെ കൈ പിൻവലിക്കാൻ തുടങ്ങിയതും യുവ അവളുടെ കയ്യിൽ പിടിച്ചു. നിർത്തണ്ട, അവൻ പറഞ്ഞു. അവയുടെ കണ്ണുകൾ അവൻ്റെ മുഖത്തേക്ക് ഉയർന്നു. യുവ തല താഴ്ത്തി. അവൾ വീണ്ടും പതിയെ ഒരു ഉരുള എടുത്ത് അവൻ്റെ വായിലേക്ക് നീട്ടി. അത് കഴിക്കുമ്പോഴും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തന്നെയിരുന്നു. എന്താ? അവൾ വളരെ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു. യുവ മറുപടി പറഞ്ഞില്ല. കുറച്ചു നിമിഷം അവളുടെ കയ്യിലേക്ക് തന്നെ നോക്കിയിരുന്ന ശേഷം അവൻ പതിയെ പറഞ്ഞു. എൻ്റെ അറിവിൽ ആദ്യമായിട്ടാവും ഒരാളിങ്ങനെ. അവനൊന്ന് നിർത്തി. ആരും എനിക്കിങ്ങനെ വാരി തന്നിട്ടില്ല. ആ വാക്കുകൾ കേട്ടതും അവയുടെ മുഖത്തെ ചിരി മാഞ്ഞു. അവൾ അവനെ തന്നെ നോക്കി നിന്നു. അമ്മ. അവളുടെ ശബ്ദത്തിൽ ഇത്തവണ ഒരു വിറയലുണ്ടായിരുന്നു. യുവ പതിയെ തല ഉയർത്തി അവളെ നോക്കി. അമ്മയെ ഞാനിതുവരെ കണ്ടിട്ടില്ല. അവൻ ചെറുതായി ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷെ ആ ചിരിക്ക് വേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആരാണെന്ന് പോലും അറിയില്ല. അവയുടെ കൈ അവൻ്റെ കൈക്കരികിൽ നിശ്ചലമായി. അമ്മ മാത്രമല്ല, അവൻ ഒരു നിമിഷം ശ്വാസം എടുത്തു. അച്ഛനും. അവയുടെ കണ്ണുകൾ പതിയെ നിറഞ്ഞു.
ഞാൻ യുവയുടെ ശബ്ദം ഇടറി. ഞാനൊരു അനാഥന. ആ വാക്കുകൾക്ക് ശേഷം മുറിയിൽ കുറച്ച് നിമിഷം പൂർണ്ണ നിശബ്ദത. അവയൊന്നും പറഞ്ഞില്ല. അവൾക്ക് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു. തൻ്റെ മുന്നിലിരിക്കുന്ന ആ മനുഷ്യനെ ആദ്യമായിട്ടാണ് അവൾ ഇത്രയും ദുർബലനായി കാണുന്നത്. എല്ലാവരെയും നേരിടുന്ന, ആരെയും ഭയപ്പെടാത്ത, തൻ്റെ വേദന പോലെയും ആരും കാണിക്കാത്ത യുവ. അവൻ്റെ ഉള്ളിൽ ഇത്രയും വലിയൊരു ശൂന്യതയുണ്ടെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. അവ പതിയെ അടുത്ത ഉരുള എടുത്തു അവൻ്റെ വായിലേക്ക് നീട്ടിക്കൊണ്ട് അവൾ മൃദുവായി പറഞ്ഞു, ഇനി അങ്ങനെ പറയരുത്. യുവ അവളെ നോക്കി. എന്തുകൊണ്ട്? അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞിരുന്നു. കാരണം അവൾ വാക്കുകൾ തേടി. പിന്നെ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി പറഞ്ഞു, ഇപ്പോ നീ ഒറ്റയ്ക്കല്ല, ഞാനില്ല നിന്റെ കൂടെ. യുവയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. പക്ഷെ ഇത്തവണ ആ കണ്ണുനീരിൽ വേദന മാത്രമായിരുന്നില്ല. വർഷങ്ങളായി ആരും തൊടാത്ത ഒരു മുറിവിൽ ആരോ ആദ്യമായി സ്നേഹത്തോടെ കൈവച്ചതിൻ്റെ ചൂടുണ്ടായിരുന്നു. അവ വീണ്ടും ഒരു ഉരുളെടുത്തു. ഇത്തവണ യുവ എതിർത്തില്ല. അവൻ അവളുടെ കയ്യിൽ നിന്ന് ആ ഉരുള സ്വീകരിച്ചു. പക്ഷെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്തായിരുന്നു. അവയൊന്നും ചോദിച്ചില്ല. നീ കഴിക്കുന്നില്ലേ? അവൻ്റെ ചോദ്യം കേട്ടതും അവളിൽ ചിരി വിരിഞ്ഞു. അവന് വാരിക്കൊടുക്കുന്നതിനിടയിൽ അവളും കഴിച്ചു. ഭക്ഷണം കഴിഞ്ഞതും അവൻ കിടക്കാനായി മുറിയിൽ ചെന്നതും അവളും പിന്നാലെ ചെന്നു. അവിക, എനിക്കൊന്ന് ഉറങ്ങണം, നീ പൊയ്ക്കോ. ഉറങ്ങിക്കോ, ഞാൻ ഇവിടെ ഇരുന്നോളാം. നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എനിക്ക് തല വേദനിച്ചിട്ട് വയ്യ. അയ്യോ, എന്നാ പിന്നെ ഞാനൊരു ചായ ഇട്ട് തരാം. എനിക്ക് നിന്റെ ചായയും വേണ്ട, ഒരു തേങ്ങയും വേണ്ട. നീ ഒന്ന് പോയാൽ മതി. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. അജുവേട്ടൻ വരാതെ ഞാൻ എങ്ങോട്ടും പോയില്ല. ഒന്നാമത് കൈക്ക് വയ്യാതിരിക്കുക, പിന്നെ ചെറുതായി സാഡായിരിക്കുവാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞാനിപ്പോൾ എങ്ങോട്ടും പോവില്ല. ഇയാളിങ്ങോട്ട് വന്നേ, ഞാൻ നല്ലവണ്ണം മസാജ് ചെയ്ത് തരാം എന്നും പറഞ്ഞവനെ ബെഡിൽ പിടിച്ചിരുത്തി ശേഷം തലയണ സെറ്റ് ചെയ്ത് വെച്ച് അവനോട് കിടക്കാൻ പറഞ്ഞു. അവൻ കിടന്നതും അവൾ അവൻ്റെ അരികിൽ ചേർന്നിരുന്ന് അവൻ്റെ നെറ്റിയിൽ പതുക്കെ വിരലുകൾ കൊണ്ട് മസാജ് ചെയ്യാൻ തുടങ്ങി. യുവ കണ്ണുകൾ അടച്ചു കിടന്നു. അവളുടെ വിരലുകൾ നെറ്റിയിലൂടെ പതുക്കെ സഞ്ചരിക്കുമ്പോൾ രാവിലെ മുതൽ മനസ്സിൽ കെട്ടിക്കിടന്നിരുന്ന പിരിമുറുക്കം പതിയെ അലിഞ്ഞു പോകുന്നത് പോലെ അവന് തോന്നി. ഇവിടെ വേദനയുണ്ടോ? അവിക പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു. കുറച്ചുകൂടി അമർത്തട്ടെ? വേണ്ട, ഇത്രയും മതി. യുവി, ഇനി മുതൽ നീ ഒറ്റയ്ക്കാണെന്ന് തോന്നുമ്പോഴൊക്കെ ഞാനുണ്ടെന്ന് മാത്രം ഓർത്താൽ മതി. യുവയുടെ കണ്ണുകളിൽ വീണ്ടും ആ നനവ് പടർന്നു. അവൻ മുഖം മറുവശത്തേക്ക് തിരിച്ചു. അത് കണ്ട അവിക പതുക്കെ അവൻ്റെ മുടിയിൽ വിരലോടിച്ചു. കുറച്ചു നിമിഷം അവിടം മധുരമുള്ള നിശബ്ദത നിറഞ്ഞു. അവിക, നീ ഇങ്ങനെയൊക്കെ കാട്ടിയിട്ടെ നീ നാളെ മറ്റൊരുത്തൻ്റെ ഭാര്യയാവുമ്പോൾ നിനക്ക് റിഗ്രറ്റ് അടിക്കില്ലേ? കണ്ണടച്ചുകൊണ്ട് തന്നെയാണ് ആ ചോദ്യം. ഒരു നിമിഷം അവൾ ആ ചോദ്യം സ്വയം ചോദിച്ചു. എന്താ മറുപടി പറയാത്തത്? അവൻ ചോദ്യം ആവർത്തിച്ചു. അവിക, നിനക്ക് റിഗ്രറ്റ് അടിച്ചില്ലേലും എനിക്കടിക്കും. കാരണം എൻ്റെ ഭാര്യയാവാൻ പോകുന്ന പെണ്ണിൻ്റെ അവകാശങ്ങളാ നീ ഇപ്പോൾ തട്ടിയെടുത്തിരിക്കുന്നത്. ഇത്തവണ അവൻ പതിയെ കണ്ണു തുറന്നു. ആ പെണ്ണ് ഞാനായിരിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് എനിക്ക് റിഗ്രറ്റ് അടിക്കില്ല. ശരി, നിൻ്റെ അച്ഛൻ നിൻ്റെ ഇഷ്ടത്തിന് എതിര് നിന്നാ ഞാനാണേൽ ഒരു അനാഥനും. ഉറപ്പായും നിൻ്റെ അച്ഛൻ ഇത് എതിർക്കും, അവൻ പറഞ്ഞു. എന്നാ പിന്നെ നമുക്ക് ഒളിച്ചോടാം. അയ്യേ, ഒളിച്ചോടാനോ? അതിനൊന്നും എന്നെ കിട്ടില്ല. എന്നാ പിന്നെ നമുക്ക് ഒരുമിച്ച് മരിക്കാം അല്ലേ? അതിനും എന്നെ കിട്ടില്ല. അപ്പം എന്തു ചെയ്യും? അവൾ ചോദിച്ചു. അവിക, നമുക്കേ ആരും അറിയാതെ ഇപ്പം തന്നെ അങ്ങ് രജിസ്റ്റർ മാരേജ് ചെയ്താലോ? ഇപ്പം തന്നെയോ? ഒരുതരം ഞെട്ടലോടെ അവൾ ചോദിച്ചു. ഇപ്പോഴല്ല, ഉടനെ. അതാകുമ്പോൾ നിൻ്റെ അച്ഛനെ നോ പറഞ്ഞാലും എനിക്ക് ധൈര്യത്തിൽ നിന്നെ വിളിച്ചിറക്കിക്കൊണ്ട് പോവാലോ. നമ്മുടെ കല്യാണം കഴിഞ്ഞ് ഇടയ്ക്കിടെ ഇതുപോലെയുള്ള സിറ്റുവേഷൻസൊക്കെ ഒത്തു വന്നാൽ നമുക്കങ്ങ് സ്നേഹിച്ചേ പെട്ടെന്ന് തന്നെ നിൻ്റെ അച്ഛനൊരു കൊച്ചുമോളെയോ കൊച്ചുമോനെയോ ഒക്കെ കൊടുക്കാം. അപ്പം പിന്നെ അച്ഛന് എതിര് പറയാൻ പറ്റില്ലല്ലോ. യുവയുടെ ദീർഘവീക്ഷണം കണ്ട് അവൻ ഞെട്ടി. അവളുടെ മുഖത്ത് നാണം വിരിഞ്ഞു. എന്താ നീ ഒന്നും മിണ്ടാത്തെ? നമുക്കങ്ങ് കെട്ടാം. ചിലപ്പോൾ കെട്ട് കഴിഞ്ഞാൽ നീ പറഞ്ഞ ഫീലിങ്സ്
എനിക്ക് നിന്നോട് വരുമായിരിക്കും. ചിരി കടിച്ചു പിടിച്ച് അവയുടെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടി ഒതുക്കിക്കൊണ്ടവൻ പറഞ്ഞു. അയ്യോ, അതൊന്നും വേണ്ട, അച്ഛൻ സമ്മതിക്കും. ഞാൻ പറഞ്ഞ അച്ഛൻ കേൾക്കും. യുവി അച്ഛന് ഭയങ്കര ഇഷ്ടമാണല്ലോ. ഇനി നീ സംസാരിക്കണ്ട, ഉറങ്ങിക്കോ. അത് പറയുമ്പോൾ അവളുടെ വാക്കുകളിൽ ഒരുതരം വാത്സല്യം നിറഞ്ഞിരുന്നു. അവൾ വീണ്ടും അവൻ്റെ നെറ്റിയിൽ പതിയെ വിരലോടിച്ചു. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ഇവയുടെ ശ്വാസഗതി പതുക്കെയായി. അവൻ ഉറക്കത്തിലേക്ക് വഴുതി പോകുന്നത് കണ്ടതും അവയുടെ ചുണ്ടിൽ ഒരു നിറഞ്ഞ പുഞ്ചിരി വിരിഞ്ഞു. കുറച്ചുനേരം അവനെ തന്നെ അവൾ നോക്കിയിരുന്നു. ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല എന്ന തോന്നലിൽ അവൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. ആ നേരത്താണ് അവളുടെ കണ്ണുകൾ വാർഡ്രോബിലേക്ക് നീളുന്നത്. തൻ്റെ പാദസരം അതിലുണ്ടാകുമോ എന്ന തോന്നലിൽ അവൾ പതിയെ ലോക്ക് താഴ്ത്തി. അത് പൂട്ടിയിരിക്കുന്നത് കണ്ടതും അവൾ അതിൻ്റെ കീ അവിടെയൊക്കെ ഉണ്ടോയെന്ന് നോക്കി. അവിടെ എവിടെയും ഇല്ലായിരുന്നു. അതിനിടയിലാണ് അവൻ്റെ പോക്കറ്റിൽ നേരത്തെ കീ കിളങ്ങിയ ശബ്ദം കേട്ടതുപോലെ തോന്നിയത്. അവൾ ശബ്ദമുണ്ടാക്കാതെ അവൻ്റെ അരികിൽ ചെന്ന് പോക്കറ്റിൽ കൈയിട്ടതും അവൻ പെട്ടെന്ന് കണ്ണു തുറന്നു. അടുത്ത നിമിഷം അവൻ അവളുടെ കൈ പിടിച്ചു തൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു.